ചോദിക്കട്ടെ? ഓക്കെ. ഇന്ന് അച്യുതാവതാരം എന്ന പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചായിരുന്നു. ഈ പടത്തിൻ്റെ പാട്ട് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രത്യേകത തോന്നി. ഇതിൽ അഭിനയിച്ച താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വളരെ ഗംഭീരമായ സിനിമയാണ്. അച്യുതാവതാരം പറയുന്ന ആ പ്രമേയം പറയുന്നതും ആ പേരും തന്നെ ഒരു അനശ്വരമായി നിൽക്കുന്ന രീതിയിലുള്ളൊരു സിനിമയായിട്ടാണ്. അതിലെ കഥാതന്തുവായാലും പ്രമേയമായാലും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇത് താങ്കളുടെ എത്രാമത്തെ സിനിമയാണ്? ഞാൻ ചെറുതും വലുതായി 10-15ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാളമാണോ അല്ലെങ്കിൽ മലയാളം ചെയ്തിട്ടുണ്ട്, തമിഴ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത മീശ എന്ന് പറഞ്ഞ മൂവി ചെയ്തു. ഈ പടത്തിലോട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാസ്റ്റിംഗ് വഴിയാണ്? അതിലും താങ്കളുടെ ഞാനിതില് സീമ മാമിന്റെ മകനായിട്ട് മലയാളത്തിലെ പ്രഗത്ഭ അത് വലിയൊരു കാര്യം. അതുപോലെ അവരെ കുറിച്ച് പറയുന്ന വാക്കുകളില്ല. അവരുടെ ഇമോഷൻസ് സീനൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ പിടിച്ചില്ല. മലയാള പ്രേക്ഷകർ അവർക്ക് ഒരുപാട് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കാരണം അവര് ഒരു കുടുംബത്തിലൊരു കഥാപാത്രമായിട്ട് മാറും ഏത് സിനിമയിലും. കാരണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അമ്മ അത്രയും ഒരു അമ്മയായിട്ട് തന്നെയാണ് നമ്മൾ അതിൽ അഭിനയിച്ചത്. അമ്മയുടെ മകനായിട്ട് ഞാൻ ചെയ്യാൻ കഴിഞ്ഞ എന്റെ ഭാഗ്യമാണ്. ഒരുപാട് സീമ മാമിന്റെ, അതുപോലെ അവിനാശ് സാറിന്റെ മകനായിട്ട്. എന്തായാലും താങ്കളുടെ ഒരു ഭാഗ്യമാണ്. അപ്പൊ ഈ സിനിമ എന്നാണ് റിലീസ് ആവുന്നത്? പെട്ടെന്ന് തന്നെ റിലീസ്. ഇതിന്റെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ അതിലൊരു എന്താ പറഞ്ഞത് നൃത്തത്തിന് പ്രാധാന്യത്തിലുപരി ഇന്നത്തെ സാമൂഹ്യ പ്രസക്തി വിളിച്ചുകൊണ്ട് കാണിക്കണം. പക്ഷെ ഇത് ഈ കല എന്താ പറഞ്ഞത് ഈ നൃത്തകലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെ നായിക ഡാൻസറാണെന്നാണ് അറിഞ്ഞത്, ചേച്ചിയായിട്ട്. എന്തായാലും നല്ലൊരു ചിത്രം തന്നെ പ്രേക്ഷകർക്ക് നമ്മുടെ അതും കന്നഡയിൽ നിന്ന് നമ്മുടെ മലയാളത്തിലോട്ട് ഏറ്റവും വലിയ കാര്യം. കന്നഡയിൽ നിന്ന് 5 ഭാഷയിലാണ് ചെയ്യുന്നത്. കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി പ്രേക്ഷകരെല്ലാവരും നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള കുറച്ച് പേര് ഈ കന്നഡ അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിന് ഇനി വീണ്ടും കുറെ ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഇതുണ്ടെന്നാണ് ഇപ്പൊ അടുത്ത വർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നത്. എന്തായാലും പെട്ടെന്ന് ഉണ്ടാകട്ടെ. നമ്മുടെ മലയാള സിനിമ കാരണം അത്രയ്ക്കും നെറുകയിലെത്തിയേക്കുന്നു. എന്തായാലും ഈ ചലച്ചിത്ര മേഖലയിൽ മലയാള സിനിമ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഓരോ ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴും മമ്മൂക്കട തന്നെ ഓസ്കർ ഇതിൽ തന്നെ പ്രദർശിപ്പിച്ചു. മലയാള സിനിമ പണ്ട് പോലും ഇങ്ങനെ അതുപോലെ പല ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് ഇങ്ങനെ സിനിമകൾ വരികയും പുതിയ ആളുകളൊക്കെ മലയാള സിനിമകൾ എടുക്കാൻ തുടങ്ങുന്നത് വലിയ കാര്യമാണ്. അത്രയേറെ സാങ്കേതിക വിദഗ്ധര നമ്മുടെ മലയാളത്തിലോട്ട് തീർച്ചയായിട്ടും വരുന്നു എന്നൊരു സന്തോഷം. അതിൽ ഈ സിനിമക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു. സന്തോഷം. താങ്ക് യു. All the best. Thank you.